നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ISL മത്സരങ്ങൾ ഏതാണ്ട് പകുതിയായി. പക്ഷേ സൂപ്പർ കപ്പിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ആരാധകരുടെ ആ ഒരു ആശങ്കയ്ക്ക് വിരാമമാവുകയാണ്. സൂപ്പർ കപ്പിനെ കുറിച്ചൊരു ധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. AFF ഇത്തവണത്തെ സൂപ്പർ കപ്പ് പ്ലാൻ ചെയ്യുന്നത് സീസൺ എൻഡിങ് ടൂർണമെൻ്റ് ആയിട്ടാണ്. അതായത് ISL കഴിഞ്ഞിട്ട് നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ISL ഇടയിലാണ് നടത്തിയത്. ഇത്തവണ ISL കഴിഞ്ഞിട്ട് നടത്താനാണ് തീരുമാനം എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. കൂടാതെ അതൊരു നോക്കൗട്ട് ടൂർണമെൻ്റ് ആയിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഒരു ലീഗ് കം നോക്കൗട്ട് ടൂർണമെൻ്റ് എന്നുള്ളൊരു ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ ഒരു നോക്കൗട്ട് ടൂർണമെൻ്റ് ആയിട്ട് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിലെ വിജയികൾക്ക് കോണ്ടിനെൻ്റൽ കോമ്പറ്റീഷനുള്ള സ്പോട്ട് റിവാർഡായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് AFF പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. AFF ഇനീഷ്യലി 7 മന്ത് വിൻഡോയാണ് ഇതിനു വേണ്ടി റിസർവ് ചെയ്തിരുന്നത്. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ ISLന് ഇടയ്ക്ക് സൂപ്പർ കപ്പ് മത്സരങ്ങൾ കൂടി നടത്തി കൊണ്ടുപോകാനാണ് ഇനീഷ്യലി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് ഫെഡറേഷൻ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ടൊരു നോക്കൗട്ട് ടൂർണമെൻറ്റ് മാത്രമായിട്ട്, ലീഗ് കം നോക്കൗട്ട് അല്ല, നോക്കൗട്ട് ടൂർണമെൻറ്റ് മാത്രമായിട്ട് നടത്താനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം AFFൻ്റെ സെക്രട്ടറി ജനറൽ അനിൽകുമാർ പ്രഭാകരൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വി വിൽ ടേക്ക് എ ഫൈനൽ ഡിസിഷൻ ലേറ്റർ ദിസ് വീക്ക്, ഈ ആഴ്ച അവസാനത്തോടു കൂടി ഒരു തീരുമാനമെടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ക്ലബ്ബുകൾക്കും നോക്കൗട്ട് ടൂർണമെൻ്റ് ആണ് താല്പര്യമെന്നാണ്. ചുരുക്കത്തിൽ ആ രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നർത്ഥം. ഏതായാലും സൂപ്പർ കപ്പ് ഒരു നോക്കൗട്ട് ടൂർണമെൻ്റ് ആയിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം ഇപ്പോൾ ക്ലബ്ബുകൾക്ക് കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റ് കളിക്കാനുള്ള ആ ഒരു മത്സരങ്ങളുടെ എണ്ണം 27 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ISLലെ മത്സരങ്ങൾ 24 പ്ലസ് ഡ്യൂറൻ കപ്പിൽ ഓൾറെഡി 3 മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിക്കുമ്പോൾ 27 മത്സരങ്ങളായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് നോക്കൗട്ട് മത്സരങ്ങളായി നടത്തിയാലും ആ ഒരു കണക്കിൽ പുറകോട്ട് പോവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നോക്കൗട്ട് ടൂർണമെൻ്റ് ആയിട്ട് നടത്താൻ തന്നെയാണ് സാധ്യത. ഏതായാലും ISL കഴിഞ്ഞതിന് ശേഷം സൂപ്പർ കപ്പ് നടത്തുമ്പോൾ പല ക്ലബ്ബുകളും അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അവരുടെ വിദേശ താരങ്ങളൊക്കെ പോകാനൊക്കെ അനുവദിക്കാറുണ്ട്. എന്നാൽ കോണ്ടിനെൻ്റൽ സ്പോട്ട് ലഭിക്കും എന്നുള്ള ഈ ഒരു ആകർഷണം കൂടി ഉള്ളത് കൊണ്ട് ടീമുകൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള സാധ്യത അവിടെ ഒരുങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.